ഖത്തറിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമിലേക്കാണ് എൻ്റെ ഈ യാത്ര. പുലർച്ചെ 1:15 ചൈനീസ് സദൻ എയർലൈൻസിൽ നിന്നും ചൈനയിലെ ഗുവാങ്കു വഴി വിയറ്റ്നാമിലെ ഹനോയ് ലക്ഷ്യമാക്കി ഞാൻ യാത്ര തുടങ്ങി. ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള എയർപോർട്ടുകളിൽ ഒന്നാണ്. ഈ അർദ്ധരാത്രി പോലും ഇവിടത്തെ തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സെക്യൂരിറ്റി എമിഗ്രേഷൻ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഞാൻ മുൻപോട്ട് നീങ്ങി. ഗൾഫ് മേഖലയിൽ തന്നെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിൽ ഒന്നാണ് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്. പ്രതിവർഷം 4.5 കോടിയിലധികം യാത്രക്കാർ ഇതുവഴി കടന്നു പോകുന്നതായാണ് കണക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാന കമ്പനിയായ ഖത്തർ എയർവേസും ഇവിടെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്നു. 2022 ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പ് സമയത്ത് ലോകത്തെ ഖത്തറിലേക്ക് സ്വീകരിച്ച എയർപോർട്ടാണിത്. ലോകകപ്പുമായി അർജന്റീനയുടെ മെസ്സിയും സംഘവും തിരികെ പോയതും ഈ എയർപോർട്ടിലൂടെയാണ്. ചൈനീസ് സദേൺ എയർലൈനിൻ്റെ ബോയിങ് 787 വിമാനത്തിലാണ് എൻ്റെ യാത്ര. ധാരാളം ചൈനീസ് യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ട്. ചൈന വഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന മറ്റനവധി യാത്രക്കാരും ഇതിലുണ്ട്. ചൈന ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റനേകം വിമാന കമ്പനികളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. സിയാമൻ എയർ അതിലൊന്നു മാത്രമാണ്. ഞാൻ പോകേണ്ട വിമാനം ടേക്ക് ഓഫിനായി സജ്ജമായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എയർ ഹോസ്റ്റസുമാർ വന്ന് ഡിന്നർ വിളമ്പി തുടങ്ങി. സാമാന്യം ഭേദപ്പെട്ട ഭക്ഷണമായിരുന്നു. ഞാൻ പേൾ റിവറിന്റെ ഒരു ബിയറും കൂടെ വാങ്ങി. ദോഹയിൽ നിന്നും അബുദാബി വഴി കറാച്ചിയുടെ മുകളിലൂടെയാണ് വിമാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിമാനം ഇപ്പോൾ ഗുവാങ്കു ഇന്റർനാഷണൽ എയർപോർട്ട് എത്തറായെന്നുള്ള ക്യാപ്റ്റന്റെ അനൗൺസ്മെന്റ് വന്നു. ഗുവാങ്കു നഗരത്തിന്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. വിമാനത്തിന്റെ വിൻഡോയിലൂടെ മറ്റൊരു വിമാനം അങ്ങകലെയായി സമാന്തരമായി പറക്കുന്നതായി കാണാനാകും. ചൈനയിലെ നഗരങ്ങൾ എത്ര വലിപ്പമുള്ളതാണെന്ന് ഇതിലൂടെ നോക്കുമ്പോൾ കാണാനാകും. ധാരാളം ഫാക്ടറികളും ജനവാസ മേഖലകൾക്കും മുകളിലൂടെ ഞങ്ങളുടെ വിമാനം ഗുവാങ്കു ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇപ്പോൾ ചൈനയിലെ സമയം ഏകദേശം ഉച്ചയ്ക്ക് 2:30 ആയിരിക്കുന്നു. ഇന്ത്യൻ സമയവുമായി 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഖത്തറുമായി 5 മണിക്കൂർ. എൻ്റെ അടുത്ത വിമാനം ഇവിടെ നിന്നും വൈകുന്നേരം 3:55 ഉള്ളത്. ഇവിടെയും കനത്ത സെക്യൂരിറ്റി പരിശോധനകൾ ഉണ്ട്. എൻ്റെ ഉച്ചഭക്ഷണം തൽക്കാലം ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസിൽ ഒതുക്കാമെന്ന് തീരുമാനിച്ചു. നൂഡിൽസും കഴിച്ചുകൊണ്ട് ആ വിമാനത്താവളത്തിലെ കാഴ്ചകളും കണ്ട് കുറേ നേരം ഞാൻ അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത വിമാനത്തിലുള്ള സമയമായി. ബോർഡിംഗ് ഫോർമാലിറ്റീസ് കഴിഞ്ഞ് ഞാൻ ചൈന സദേൻ്റെ തന്നെ മറ്റൊരു വിമാനത്തിൽ കയറി യാത്ര തുടങ്ങി. വളരെയധികം ട്രാഫിക്കുള്ള ഒരു വിമാനത്താവളമാണ് ഗുവാങ്കു. ഇവിടെ നിന്നും ഏകദേശം 1 മണിക്കൂറിനടുത്ത് സമയമേ ഉള്ളൂ ഹനോയ് വിമാനത്താവളത്തിലേക്ക്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വിമാനം ഹനോയ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. വിസ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി എൻ്റെ ലഗേജിനായി കാത്തിരുന്നു. ഈ വിസയാണ് വിയറ്റ്നാമിൽ വരുവാനായി വേണ്ടത്. അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ നമ്മുടെ പേര് വിവരങ്ങൾ നൽകി പണമടച്ച് പരമാവധി 15 ദിവസം വരെ കാത്തിരിക്കണം വിസ ലഭിക്കുവാനായി. എനിക്ക് ഏകദേശം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 1 മാസത്തേക്കുള്ള സിംഗിൾ എൻട്രി വിസ ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ റിട്ടേൺ ടിക്കറ്റും അവിടുത്തെ താമസത്തിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും ട്രാവൽ ഇൻഷുറൻസും വേണ്ടിവരും. എന്നോട് എമിഗ്രേഷൻ ഓഫീസർ പാസ്പോർട്ട് മാത്രമേ ചോദിച്ചുള്ളൂ. അതിൽ അവരുടെ രാജ്യത്തിൻ്റെ സ്റ്റാമ്പും പതിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി. ഇനി വേണ്ടത് ഇവിടുത്തെ കറൻസിയും സിമ്മുമാണ്. എയർപോർട്ടിൽ തന്നെ അതിനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ഒരു ഇന്ത്യൻ രൂപ എന്നത് ഇവിടുത്തെ 300 വിയറ്റ്നാമീസ് ഡോങ് ആണ്. ഞാൻ വിയറ്റ്നാമിൻ്റെ തന്നെ ഒരു സിമ്മും വാങ്ങി. ഇവിടെ നിന്നും ഞാൻ പോകുന്നത് ഹനോയുടെ ഹൃദയഭാഗമായ ഓൾഡ് ക്വാർട്ടറിലേക്കാണ്. അവിടെ എയർബിഎൻബി വഴി ഒരു മുറി ബുക്ക് ചെയ്തിരുന്നു. ഇവിടെ യാത്രയ്ക്കായി സാധാരണ ഗ്രാബ് പോലുള്ള ടാക്സി സൗകര്യങ്ങൾ ഉണ്ട്. അത് നമുക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാൻ എയർപോർട്ടിന് മുൻപിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും 86 നമ്പർ ബസ്സിൽ കയറി ഓൾഡ് ക്വാർട്ടറിൽ പോകുവാൻ തീരുമാനിച്ചു. വില ടാക്സിയെ അപേക്ഷിച്ച് 4-1 മാത്രമേ ഉള്ളൂ. എനിക്ക് പോകുവാനുള്ള ബസ് വന്നു. ഒരു ലോ ഫ്ലോർ ബസ്സാണിത്. 45,000 വിയറ്റ്നാമീസ് ഡോങ് നൽകി ഞാനൊരു ടിക്കറ്റ് എടുത്തു. ഏകദേശം 180 ഇന്ത്യൻ രൂപ.
ധാരാളം യാത്രക്കാർ ബസ്സിലുണ്ട്. കൂടുതലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ്. അങ്ങനെ ഞാൻ ഓൾഡ് ക്വാർട്ടറിനടുത്തുള്ള ഏതോ ഒരു സ്ഥലത്തിറങ്ങി. ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്റർ കൂടി മാറിയാണ് എൻ്റെ താമസ സ്ഥലം. ഞാനൊരു ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്ത് റൂമിലെത്തി. വളരെയധികം ഇടുങ്ങിയ വഴിയിലൂടെ 3-ാം നിലയിലുള്ള എൻ്റെ റൂമിൽ ഞാനെത്തി. പുറത്തെ കാഴ്ചകൾ നല്ലത് തന്നെയാണ്. പക്ഷേ ഭയങ്കരമായ വാഹനങ്ങളുടെയും മറ്റും ശബ്ദം ഒരു അരോചകമായി എനിക്ക് തോന്നി. നല്ല യാത്രാ ക്ഷീണമുണ്ട്. ഞാനൊന്ന് കുളിച്ച് വൃത്തിയായി എൻ്റെ രാത്രി ഭക്ഷണം കഴിക്കുവാനായി പുറത്തിറങ്ങി. ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ മുംബൈയിലെ തെരുവുകളെയാണ് എനിക്ക് ഓർമ്മ വന്നത്. തലങ്ങും വിലങ്ങും വാഹനങ്ങൾ, ധാരാളം ഭക്ഷണ തെരുവുകൾ, എങ്ങും ജനനിബിഡം. ക്രിസ്തുമസിൻ്റെ വരവറിയിച്ച് അതിനനുബന്ധമായ കച്ചവടങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മനോഹരമായ വർണ്ണാഭമായ കാഴ്ചകൾ തന്നെയാണിത്. തെരുവുകൾ നിറയെ സഞ്ചാരികൾ തന്നെയാണ്. എങ്ങും തിരക്ക് കാണാനാകും. പലവിധമായ വിചിത്രമായ കാഴ്ചകളും ആ കൂട്ടത്തിൽ കാണാനാകും. അങ്ങനെ ഞാൻ നടന്ന് ഒരു വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് കയറി. ധാരാളം തദ്ദേശീയർ കുടുംബവുമായും കൂട്ടുകാരുമായും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിലെ മെനു നോക്കി. എനിക്ക് മനസ്സിലായ ഒരു ഭക്ഷണം ഓർഡർ ചെയ്തു. ബീഫും ചോറും. അത് കഴിച്ച് ഞാൻ അവിടെ നിന്നും ഇറങ്ങി. വളരെ മനോഹരമായ ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്. തിരികെ ഞാൻ ഇടുങ്ങിയ പടവുകൾ കയറി എൻ്റെ മുറിയിലെത്തി. യാത്രാക്ഷീണം കാരണം എപ്പോൾ ഉറങ്ങിയതെന്ന് ഓർമ്മയില്ല. അതിരാവിലെ തന്നെ ഉണർന്നു. ഉറക്കം ശരിയായില്ല. വാഹനങ്ങളുടെ മറ്റും ശബ്ദം ധാരാളമായി കേൾക്കാനാകും. 3 ദിവസത്തേക്കാണ് ഞാൻ ഇവിടത്തേക്ക് മുറി ബുക്ക് ചെയ്തിരുന്നത്. ഓണറെ വിളിച്ച് ബാക്കി 2 ദിവസത്തെ ക്യാൻസൽ ചെയ്യുവാനായി അറിയിച്ചു. ദിവസ വാടക ഏകദേശം 1800 ഇന്ത്യൻ രൂപയായിരുന്നു ഇവിടത്തേക്കുള്ള മുറി ബുക്ക് ചെയ്തിരുന്നത്. ഞാൻ എയർബിഎൻബി വഴി തന്നെ മറ്റൊരു മുറി ബുക്ക് ചെയ്തു. തെരുവിൽ അതിരാവിലെ തന്നെ കച്ചവടക്കാർ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഞാൻ ആദ്യം പോകേണ്ടത് വിയറ്റ്നാമിലെ തന്നെ വിപ്ലവ നേതാവായിരുന്ന ഹോ ചി മിന്റെ ശവകുടീരം കാണുവാനായാണ്. അവിടേക്ക് പോകുവാനായി ഞാൻ തയ്യാറെടുത്തു.